ഒത്തിരി ആളുകൾ വളരെ സഫറിങ് ബുദ്ധിമുട്ട്. ഞാനൊരു കുഞ്ഞ് ഇൻസിഡന്റ്, ഞാൻ ഓസ്ട്രേലിയയിൽ അഡ്ലേഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ട് നാട്ടിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജീസസ് യൂത്തിൽ പരിചയമുള്ള ഒരു ജിം എന്ന് പറഞ്ഞൊരു പയ്യൻ. ജിമ്മ് കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായിട്ട് മക്കളില്ല. അവർ ആദ്യമായിട്ട് ഭാര്യ ഗർഭിണിയായി 3 മാസമായപ്പോൾ പ്രഗ്നൻ്റാന്ന് അറിഞ്ഞ അതേ സമയം തന്നെ ഇവന് എന്ത് ക്യാൻസറാണെന്ന് ഞാൻ മറന്നുപോയി. ക്യാൻസർ അത് വളരെ മോശം സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്തു. തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ഞാൻ അഡ്ലേഡിൽ ചെല്ലുന്നത്. ഞാൻ 1 മണിക്കൂറോളം അവരോട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി എൻ്റെ വാക്കുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ അന്ന് UAE-യിലുള്ള ഈ ജോയ്സിയോട് ഞാനൊരു ഗൂഗിൾ മീറ്റ് വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കണക്ട് ചെയ്ത് ഈ ജിമ്മിനും വൈഫിനും ഇത് കൊടുത്ത്. എനിക്കറിയാം ജോയ്സിയോടൊരു 3 മിനിറ്റ് സംസാരിച്ച് തീരുന്നതിന് മുമ്പ് അവൻ്റെ 2 പേരുടെ മുഖത്തും വെട്ടം കത്തുന്നത് എനിക്ക് കാണാം, പ്രകാശം വരുന്നത് കാണാം. എന്നിട്ട് ജിം പറയണ ചേച്ചിയുടെ ക്യാൻസർ കേൾക്കുമ്പോൾ എൻ്റെ ക്യാൻസർ എന്ത് ക്യാൻസറാണ് ചേച്ചി എന്നാണ് പറയണത്. ജോയ്സി നിരന്തരമായിട്ട് അവരുമായിട്ട് കണക്ട് ചെയ്തിരുന്നു, അവരുമായി ബന്ധപ്പെട്ടിരുന്നു. ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം, ജോയ്സിയുടെ ഒരു പ്രത്യേക പ്രാർത്ഥന കൊണ്ടും ആ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടും ഒക്കെ കൂടിയാകണം ഈ ക്യാൻസർ, ജിമ്മിൻ്റെ ക്യാൻസർ സുഖപ്പെട്ട് ഭാര്യ വളരെ സുഖപ്രസവത്തോടു കൂടി കുഞ്ഞ് ജനിച്ച്. ഒത്തിരി പേരോട് ഇത്തരത്തിൽ എനിക്കറിയാം ജോയ്സിയോട് സംസാരിക്കുമ്പോൾ അവരുടെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ കർത്താവിൻ്റെ മുമ്പിൽ അനേകർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥന കൊണ്ട് അനേകർക്ക് സൗഖ്യവും ജീവിതത്തിൽ അനുഗ്രഹങ്ങളും മേടിച്ചു കൊടുത്താളാണ് ജോയ്സി.